ഞാൻ എപ്പോഴേ ട്രൈ ചെയ്യുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തെ? ഒന്നുമില്ല. ഓഫീസിൽ വിളിച്ചപ്പോ നീ നേരത്തെ പോയെന്ന് പറഞ്ഞു. എന്തു പറ്റി? നേരത്തെ ഫ്രീ ആവണമെന്ന് തോന്നി. ആ, നിന്റെ ശബ്ദം കേട്ട എനിക്കറിയില്ലേ. സംതിങ് ഹാപ്പൻഡ്. എനിക്ക് നിന്നെ ഉടനെ ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ട് വരുവാ. വേണ്ട പൂജ, നമുക്ക് നാളെ കാണാം. നോ ഹരി, എനിക്ക് നിന്നെ ഉടനെ കണ്ടേ പറ്റൂ. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പൂജ, ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ? So your orange juice, thank you. അപ്പൊ നീ എല്ലാം തീരുമാനിച്ചു അല്ലേ? പോണം. ഞാനും കൂടി വന്നാലോ? വേണ്ട, ഇപ്പൊ വേണ്ട. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. മമ്മി, ഞാൻ പറഞ്ഞില്ലേ വരില്ല എന്ന്. ഡോണ്ട് ബി സ്റ്റുപ്പിഡ് പൂജ. നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഡൽഹിയിൽ നിന്ന് മഹാദേവനും ഫാമിലി എത്തിയിട്ടുണ്ട്. അവർക്ക് നിന്നെ ഒന്ന് കാണണം. ഞങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് നിന്റെ കാര്യത്തിൽ. എനിക്ക് ആരെയും കാണണ്ട പൂജ. യു ആർ ബിയോണ്ട് ദ ലിമിറ്റ്. മമ്മിയാ പറയുന്നേ. ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ ഇൻസൾട്ട് ആക്കരുത്. യു മസ്റ്റ് കം. മമ്മി, ഐ വോണ്ട് കം. ഏയ്, എന്താ പൂജ ഇത്? വീട്ടിലേക്ക് ചെല്ല്. എന്തിനാ ഹരി? പാർട്ടിയും ഡിന്നറും എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറെ സ്നോബുകൾ. അവർക്കിടയിൽ ഡാഡിയും മമ്മിയും. ഐ ഹേറ്റ് ഇറ്റ്. ഇതിനിടയിൽ ആകെയുള്ള റിലീഫ് ഹരിയാ. നീ കൂടി പോവാന്ന് വെച്ചാ? 2 വർഷമായില്ലേ. വീട്ടിനെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സ് കൈവിട്ടു പോകുന്നു. ഫോർ എ ചേഞ്ച് ഐ നീഡ് ടു ഗോ. പോണം. എല്ലാം ഞാൻ വെളിച്ചപ്പാടിനോട് പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട. ആ, താഴ്ത്തി. ഇരിക്കുക, ഞാനിപ്പോ വരാം. ശരി. കേട്ടോ ശ്രീധര, ഭഗവതിയുടെ അനുഗ്രഹം ഇത്രയും കിട്ടിയിട്ടുള്ള ഒരു വെളിച്ചപ്പാടിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത് പിന്നെ പറയാനുണ്ടോ? ഉറഞ്ഞു നിൽക്കണ നാരായണ നേരെ കണ്ട സാക്ഷാൽ ഭഗവതി മുന്നിൽ വന്ന് നിൽക്കുകയാണെന്നല്ലേ തോന്നുന്നു. ആ, അമ്മേ ഭഗവതി, ഇതാ കുട്ടിയുടെ വലുതേ കെട്ടിക്കൊടുക്ക. ഭഗവതി കാത്തോളും. സംശയിക്കണ്ട, ഒക്കെ ഭേദാവും. ധൈര്യമായിട്ട് പൊക്കോളൂ. ഇത് എനിക്ക് വേണ്ടതൊക്കെ ഭഗവതി തരുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മുടെ കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായ അത് തന്നെ വലിയ പുണ്യം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. മീനാക്ഷി, ഹരിക്കുട്ടാ, എവിടെ പോയി ഈ കുട്ടികള്? എവിടെ? ഹരിക്കുട്ടൻ എവിടെ? അകത്തുണ്ട്.
ചേട്ടാ. എന്താ കുട്ടി മുത്തശ്ശൻ വിളിക്കണേ കേട്ടില്ലേ? ആ പിന്നെന്താ മോൻ ചെല്ലാത്തേ? മുത്തശ്ശനെ എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കണേ? മുത്തശ്ശൻ പാവല്ലേ മോനെ? മുത്തശ്ശൻ എന്തിനാ തലവെട്ടി ചോര എടുത്തുന്ന കാണുമ്പോ തന്നെ പേടിയാ. അയ്യോ അങ്ങനൊന്നും പറയാൻ പാടില്ല. മുത്തശ്ശനല്ല ഭഗവതിയാ അങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. ഉം? വാ പോയിരുന്ന് പഠിക്കാം. പഠിച്ച് വലിയ ആളാവണ്ടേ? ഹരിനാരായണൻ വിശാഖം. ഹരിക്ക് നാളെ പരീക്ഷ തുടങ്ങുകയല്ലേ? അതെ. മാധവൻ നായർ പറഞ്ഞിരുന്നു. എന്നെ എത്രയും പെട്ടെന്ന് ഒരു വെളിച്ചപ്പാടാക്കണമേ. പവിത്ര സർവേശ്വര. എടാ പവിത്ര, ഇത് എന്ത് കോലമാടാ? നീ എവിടെയായിരുന്നു ഇത്രയും കാലം? നാം തീർത്ഥാടനത്തിലായിരുന്നു. കുറെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു. ആസാം, ബീഹാർ, ഗുജറാത്ത്, ഗുരുവായൂർ. ഗുരുവായൂർ എവിടെ? അബ്ബാസ് തിയേറ്ററിൽ ടിക്കറ്റ് ബ്ലാക്ക് ആയിരുന്നു. പിന്നെ കൽക്കട്ട, മുംബൈ. അവസാനം ഡക്കാൻ പീഠഭൂമിയിൽ വെച്ചാണ് ദേവി എന്നെ തിരിച്ചു വിളിച്ചത്. എന്നെ വിളിച്ചോ? ഈ ദേവിയല്ല, സാക്ഷാൽ ദേവി. സർവേശ്വര. ശരി, ഇപ്പൊ എന്താ നിന്റെ പരിപാടി? സ്വപ്നത്തിൽ ഒരു ദർശനം കിട്ടിയിരിക്കണു. കുഞ്ഞിന്റെ മുത്തച്ഛന്റെ കാലശേഷം നോമായിരിക്കും അത്രേ അടുത്ത വെളിച്ചപ്പാട്. ഓഹോ. കുഞ്ഞിന്റെ മുത്തച്ഛന് എന്തെങ്കിലും അസുഖം? ദൈവം സഹായിച്ച് മുത്തശ്ശന് ഒരു കുഴപ്പമില്ല. പവിത്രന് ഒരു 1-2 തീർത്ഥാടനത്തിനൂടി സമയം കാണും. സർവേശ്വര, അപ്പൊ വെളിച്ചപ്പാടിന്റെ റിഹേഴ്സൽ ഈയിടെയൊന്നും വേണ്ട. അവനെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ പവിത്രനെ. മുടി നീട്ടി വളർത്തി ചുമന്ന പട്ടു കൊടുത്ത് സ്വാമി അത്ര. അടുത്ത വെളിച്ചപ്പാടാകാൻ നടക്കുക. അങ്ങനെയൊന്നും ആർക്കും വെളിച്ചപ്പാടാകാൻ പറ്റില്ല. അതിനൊക്കെ ഒരുപാട് ചടങ്ങുകളില്ലേ. പിന്നെ മനഃശുദ്ധിയും വ്രതശുദ്ധിയും ഒക്കെ ഉണ്ടാവണം. മതി അമ്മേ. ഇതും കൂടി കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ഹോ, എന്താ സ്നേഹം. ഹാ, എഞ്ചിനീയർമാരുടെ ഒരു കാലം. നമ്മള് പാവം മലയാളം ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. തീർത്തുകളയല്ലേ, ഒരാളുകൂടി ഉണ്ട്. ഇതാരാ? അമലമോളോ? ഇരിക്കും. എവിടുന്നാടി രാവിലെ? അമ്പലത്തിൽ നിന്ന്. ഇന്ന് അച്ഛന്റെ പിറന്നാളാ. ആഹാ, അപ്പൊ ബ്ലേഡ് രാഘവൻ നായർക്ക് എത്ര വയസ്സായി? കണ്ടോ അമ്മായി എന്റെ അച്ഛനെ പറയുന്നത്? എടാ, നിന്റെ വല്യമ്മയാ. കേട്ടല്ലോ. നാളെ ഹരിയേട്ടന് പരീക്ഷ തുടങ്ങുകയല്ലേ? ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിന്? റാങ്ക് കിട്ടാൻ. ഓ, അത്രയ്ക്കങ്ങ് വേണോ? ഓടി അവിടുന്ന്. ഗായത്രി, ഗായത്രി. ദാ വരുന്നു. അച്ഛൻ വിളിച്ചായിരുന്നോ? ഹരിക്കുട്ടന് പോകാൻ നേരായില്ലേ? ഇനിയും വൈകിയ കവലേന്ന് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അവൻ ഇറങ്ങായി. ദാ, ഈ ചരട് കുട്ടിയുടെ കൈ കെട്ടി കൊടുത്തോളൂ. നാളെ പരീക്ഷ തുടങ്ങല്ലേ? നന്നാവും. ഭഗവതി. മുത്തച്ഛൻ നിനക്ക് വേണ്ടി പ്രത്യേകം പൂജിച്ചു തന്നതാ പരീക്ഷയൊക്കെ നന്നായി എഴുതാൻ. ആഹാ, എന്നാ പിന്നെ മുത്തശ്ശൻ ഇത് കുറച്ച് നേരത്തെ തന്നോടായിരുന്നു. ഞാൻ ഈ ഉറക്കമുളച്ച് പഠിക്കണ്ടായിരുന്നല്ലോ. പഠിച്ചതൊക്കെ സമയത്ത് ഓർമ്മ വരണ്ടേ കുട്ടി? അത് ശരി. അപ്പൊ പരീക്ഷയ്ക്ക് ജയിച്ച ക്രെഡിറ്റ് ചരടിന് അല്ലേ? പോടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷിയൊക്കെ കാറ്റും മഴയും കൊണ്ടുപോയി. ഇത്തവണയെങ്കിലും ഒന്ന് കനിയണേ ഭഗവതി. മാധവേട്ടനൊന്ന് ധൈര്യമായിട്ടിരിക്കെ. ഒരു തവണ അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച്. ആ, നീ ഇറങ്ങിയോ? ആ. കാശ് വേണ്ടേ മോനെ? ഓ, ഇപ്പൊ വേണ്ട അച്ഛാ, ഞാൻ ഇടയ്ക്ക് വരാം. വേണ്ട, ഇനിയിപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാ മതി. എത്രാന്ന് വെച്ചാ എടുത്തോ. ആ, എടുത്തോളൂ. അതും കൂടെ എടുത്തോ. കുറച്ചു ദിവസം ഹോസ്റ്റലിൽ കഴിയാനുള്ളതല്ലേ, ആവശ്യം വരും. എന്താ ഇത്? അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും ഇല്ലേ എന്റെ കുട്ടിക്ക്? ശരി അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ വല്യമാമ. അമല പറഞ്ഞു. നിനക്ക് സദ്യ കഴിഞ്ഞിട്ട് പോയാ പോരെ? ഓ പോരാ, നേരത്തെ ഹോസ്റ്റലിലെത്തിയ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യായിരുന്നു. പഠിത്തം അതാണ് മുഖ്യം. എന്നാ ചെന്നോളൂ.